മലയാളിക്ക് മാർപ്പാപ്പയുടെ സ്വഭാവമാണ്. ഞാൻ മാർപ്പാപ്പയല്ല. എനിക്ക് തെറ്റൊക്കെ പറ്റുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. എഴുത്ത് ഒരു പ്രൊഫഷനാക്കാൻ എനിക്ക് പ്ലാൻ ഇല്ല. എഡിറ്റിംഗ് എന്ന് പറയുന്നത് കൊച്ചുണ്ടായിട്ട് അതിനെ ഒരുക്കുന്നത് പോലെയാണ്. 12 വർഷം ഉപേക്ഷിച്ചു പോയ അപ്പനെ കുറ്റപ്പെടുത്താൻ എനിക്കോ എന്നെ വായിക്കുന്നവർക്കോ സാധിക്കുകയില്ല. കാരണം മേരിക്കില്ലാത്ത പ്രശ്നം നമുക്കെന്തിനാണ്? മനുഷ്യനെ വേട്ടയാടുന്ന എന്താ ഓർമ്മകൾ, വേറെ എന്താ ഉള്ള ആത്യന്തികമായിട്ട് സമ്പാദ്യം? ആ ഓർമ്മ പുസ്തകങ്ങളിൽ ഇതാ കമ്പിളിക്കണ്ടത്തെ കൽഭരണികളുണ്ട്. എഴുത്തുകാരനൊപ്പം കൊണ്ട് ബാബു എബ്രഹാം. നമസ്കാരം. എന്ത് നമസ്കാരം! ഗംഭീരമായിട്ടൊരു പുസ്തകമൊക്കെ എഴുതി തന്ന് ഞങ്ങളല്ലേ നമസ്കാരം പറയണ്ടേ? മലയാളി അക്ഷരാർത്ഥത്തിൽ നമസ്കാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കിതിൽ വലിയ ടച്ചിങ് ആയിട്ട് തോന്നിയ 1-2 കാര്യമുണ്ട്. അത് അമ്മയാണ് ഒന്നാമത്തെ കാര്യം. ഈ നന്ദികുന്നേൽ മേരി എന്ന് പറയുന്ന എൻ്റെ അമ്മ ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രതീകം കൂടിയാണ്. അത് മധുവിൻ്റെയും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ തലമുറയിലുള്ള എല്ലാവരുടെയും അമ്മയുടെ പ്രതീകമാണ്. അത് ഫാത്തിമയാകാം, വിലാസിനിയാകാം, മറിയക്കുട്ടിയാകാം, എല്ലാവരും. ഇന്നത്തെ നമ്മുടെ ആഘോഷങ്ങൾക്ക് കാരണമായി ത്യാഗങ്ങൾ സഹിച്ച എല്ലാ അമ്മമാരുടെയും പ്രതീകമാണ് നന്ദികുന്നേൽ മേരി. ഈ ഓർമ്മക്കുറിപ്പുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മദർ മേരി തന്നെയാണ്. എനിക്ക് മദർ മേരിയാണ്. അമ്മ എന്ന് പറയുന്ന നമ്മൾ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സത്തയുണ്ട്. ഈ കുരിശിൽ കിടന്ന ക്രിസ്തുവിനെ മടിയിലേക്ക് ഇടക്കി കിടത്തുന്ന പിയത്ത എന്ന് പറയുന്നത് അമ്മയാണ്. ഞാൻ പറയുക, അവൻ ഉയർത്തെഴുന്നേറ്റത് പോലും മരണശേഷം ജീവൻ അല്പമെങ്കിലും തുടിക്കുന്ന അവനെ അവളുടെ മടിയിൽ കിടത്തിയത് കൊണ്ടാണ്. അവളിൽ നിന്നാണ് ജീവൻ ആദ്യവും അവസാനവും സ്വീകരിക്കുന്നത്. എല്ലാം അമ്മയാണ്. വാക്ക് തന്നെ അമ്മയാണ് എന്നാണ് പറയാം. നേരെ കടല് കടന്നു ചെന്നപ്പോഴും ഒരു അമ്മ വരുന്നു, വീണ്ടും ഒരമ്മ. കൊളയത്ത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറയുന്നത് അബലയോ ബലഹീനയോ ഒന്നുമല്ല. സ്ത്രീ എന്ന് പറയുന്നത് തന്നെയാണ് ഒരു പുരുഷൻ്റെ സത്തയുടെ ആത്യന്തികമായ ശക്തി. ഒത്തിരി പേര് തിരിച്ചറിയുന്നില്ല. അമ്മയാണ് നമ്മുടെ അസ്തിത്വത്തിൻ്റെ തന്നെ ആധാരം. എനിക്ക് ഒരമ്മയില്ലാതെ പറ്റില്ല, ഒരു സ്ത്രീ ഇല്ലാതെ പറ്റില്ല. അത് നമ്മുടെ ഭാര്യയുമാകാം നമ്മുടെ അമ്മ. അവൾ വെറുതെ ഒരു പങ്കാളി മാത്രമല്ല, അവൾ മകളാണ്, അവൾ അമ്മയാണ്, അവൾ പ്രണയിനിയാണ്, അവൾ സ്നേഹിതയാണ്. എൻ്റെ ഭാര്യയും ശക്തയായ ഒരു സ്ത്രീയാണ്. എനിക്ക് ഈ ശക്തയായ സ്ത്രീകളെയാണ് ഇഷ്ടം. കാരണം പുരുഷൻ ബലഹീനനാണ്. അവൻ്റെ ബലഹീനതകളെ മറച്ചു വെക്കാനാണ് അവൻ പൗരുഷം എന്ന ഓമന പേരിൽ വിളിക്കുന്ന എല്ലാ ഡോമിനേഷനും പുറത്തേക്ക് ഇറക്കുന്നത്. എനിക്കും മറ്റെല്ലാം ഉണ്ട് എന്നുള്ളൊരു അറിവ് നമുക്ക് നഷ്ടമാവുകയും അതില്ലെന്ന് പറയുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് നിന്ന് ആ അനുഭവങ്ങളുടെ ഒരു തീവ്രത ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ സങ്കടങ്ങൾ ഇപ്പോൾ ഓർക്കുമെന്ന് തോന്നുന്നു. ഈ സൗഭാഗ്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ഇന്നിൻ്റെ വിഷമങ്ങളെ വിഷമങ്ങളായി തന്നെ കണ്ടുകൊണ്ട് എന്തിനാ ജീവിക്കുന്നത്? ഭൂതകാലത്തിലേക്കൊന്ന് പോകുമ്പോൾ ഭൂതങ്ങളെ തേടാനല്ല ഞാൻ പോകുന്നത്. ഭൂതകാലത്തെ ഓർമ്മകളെ ചകഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് അമ്മയോടൊപ്പം ഈ പുഴ മുഴുവൻ ഞാൻ നീന്തി കടന്നത്, അതോർക്കുമ്പോൾ ഇന്നിൻ്റെ പ്രശ്നങ്ങളെ മുഴുവൻ അഭിമുഖീകരിക്കാനുള്ളൊരു ശക്തി ഇങ്ങ് വരും. ഞാൻ എനിക്ക് തന്നെ ചെയ്യുന്നൊരു തെറാപ്പിയാണ് കമ്പിളികണ്ടത്തെ കൽഭരണികൾ. ഇത് ഒരു കൃതജ്ഞതാ ബലിയാണ്. ആമേൻ എന്നാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഒരു കല്ല് ചുമന്ന് പോകുന്നു, കൂട്ടുകാർ കാണരുത്, അതിനിടയിൽ വീഴുമ്പോൾ വന്ന് പിടലി ശരിയല്ലേ മോനെ എന്ന് ചോദിക്കുന്നത്, അത് എല്ലാ കാലത്തേക്കുള്ള കല്ല് ചുമക്കലുമാണ്, എല്ലാ കാലത്തേക്കുള്ള ആശ്വാസമാണ്. കല്ല് ചുമന്ന് പോകുമ്പോൾ വീണപ്പോൾ തലോടുന്നത് മാത്രമല്ല, നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഇറ്റ് കിട്ടിയിരിക്കുന്ന ഒരു സ്നേഹം എപ്പോഴെങ്കിലും ഉണ്ടാവും. ആരിൽ നിന്നെങ്കിലും കണ്ണടച്ച് പിടിച്ച് അതൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ടാവും. എഴുത്ത് എന്ന് പറയുന്നതും വായിക്കുക എന്ന് പറയുന്നതുമൊക്കെ മുങ്ങാങ്കുഴി ഇടുമ്പോൾ ഇപ്പോഴത്തെ ആ പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ച് നേരത്തേക്കുള്ള ഒരാശ്വാസമുണ്ട്, ഒരു വിട്ടുനിൽക്കലുണ്ട്. പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നത് തന്നെ ഒരാശ്വാസത്തിൻ്റെ ഒരു എക്സസൈസാണ്. പിന്നെ എഴുതുന്നത് ഞാൻ എല്ലാ ദിവസവും എഴുതും. ആ എഴുതുന്നതെല്ലാം പ്രസിദ്ധീകരിക്കാനല്ല, എഴുതുന്നത് ഞാൻ എനിക്ക് കൊടുക്കുന്ന തെറാപ്പിയാണ്. അതൊരു സന്തോഷമാണ്. കിട്ടിയ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഓർത്തെടുക്കലാണ്. അപ്പോഴെല്ലാം ഞാൻ പറയും, ഈ പ്രശ്നമൊന്നും സാരമില്ല. ചെറിയൊരു കുറവിൻ്റെ പേരിൽ മരിക്കാൻ പോകുന്നവരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയുക, കിട്ടിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, ദിസ് ഈസ് എ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. വിഷാദം എത്തി നോക്കുന്ന സമയങ്ങളുണ്ട്. അപ്പോഴൊക്കെ വീണു പോയെന്നോർത്തൊന്നും കുഴപ്പമില്ല. നാമാകുന്ന മരങ്ങളിലെ ഇലകളൊക്കെ പൊഴിയാം, വാടാം ഒക്കെ ഉണ്ടാവാം. എങ്കിലും വേരുകളുടെ അടുത്ത ഓരം പറ്റി തന്നെ ഒരു ഉറവയുണ്ടാകുമെന്ന ഉറപ്പ് എനിക്കുണ്ട്. ഒപ്പം ഒരു തിരിച്ചറിവുണ്ട്, അപ്പൻ എന്ന തിരിച്ചറിവ്. അത് ഇപ്പോഴേ ബാബുവിന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. കുറെ കൂടി അന്നത്തേക്കാൾ കൂടുതൽ പിന്നീട് മനസ്സിലാക്കുന്ന ഒന്നായി ആകാശം പോലെ അച്ഛൻ. അപ്പൻ എന്ന് പറയുന്നത് പലരും പറയും
അയാളൊരു കുടിയനായിരുന്നു. അതായിരുന്നു ആ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം. മേരി പാട്രിയാർക്കി ഇൻറ്റേർണലൈസ് ചെയ്ത ഒരു സ്ത്രീ ആയിരുന്നു, അവരൊരു ഫെമിനിസ്റ്റ് ആയിരുന്നില്ല. അതൊന്നും എനിക്കറിയില്ല, അതൊന്നും എൻ്റെ ഇഷ്യൂ അല്ല. ഞാൻ അവരുടെ കിടപ്പറയിൽ എത്തി നോക്കിയിട്ടില്ല. മേരി എന്തുകൊണ്ടാണ് തന്നെ ദ്രോഹിച്ച പുരുഷനെ സ്വീകരിച്ചത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാണുന്നത് അവളിൽ പ്രണയമുണ്ടായിരുന്നു എന്നാണ്. അയാളെ കൃത്യമായി മനസ്സിലാക്കുന്നതും അയാൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ഉൾക്കൊള്ളുന്നതും പ്രണയിനിയായ മേരിയാണ്. അതെനിക്കെന്ത് വിധിക്കാൻ പറ്റും? 12 വർഷം ഉപേക്ഷിച്ച് പോയ അപ്പനെ കുറ്റപ്പെടുത്താൻ എനിക്കോ എന്നെ വായിക്കുന്നവർക്കോ സാധിക്കുകയില്ല. കാരണം മേരിക്കില്ലാത്ത പ്രശ്നം നമുക്കെന്തിനാണ്? എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ ആയത് എന്ന് കണ്ടെത്താൻ നമുക്ക് പൂർണ്ണമായും കഴിയില്ലായിരിക്കാം. പക്ഷേ വൈ കാൺ ബി ട്രൈ? നമുക്കൊന്ന് പരിശ്രമിച്ചുകൂടെ? ഞാൻ എൻ്റെ കണ്ണീര് പറയുമ്പോൾ പിന്നെ അതൊക്കെ നുണയാണ് എന്ന് പറയുന്ന പോലെ എൻ്റെ അനുഭവം വ്യാജമാണ് എന്നുള്ളൊരു ആൾക്കാർ പറയുമ്പോൾ അത് കുഴപ്പമില്ല, പറയും. അവരത് പറഞ്ഞോട്ടെ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അവർ സന്തോഷിക്കട്ടെ, അത് വ്യാജമാണെന്ന് പറഞ്ഞ്. എന്ന് കരുതി എനിക്ക് എന്തെങ്കിലും പറ്റുമോ? മഴ പെയ്യരുത് എന്ന് ചേമ്പല പറയരുത്, പക്ഷെ നനയണോ എന്നത് ചേമ്പല തന്നെ തീരുമാനിക്കും. ഒറ്റ കാര്യം വളരെ പ്രധാനമായിട്ട് ചോദിക്കാണ്ട്, ഇപ്പോൾ ഗബ്രിയേൽ ഗാർഷിയ മാർക്കസിൻ്റെ പുസ്തകമാണെങ്കിലും അവിടെ നിന്നുള്ള ഏത് പുസ്തകം പാരീസിലെ ഒരു പ്രസാധകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പാണെങ്കിലും അത് അവരെ ഒന്ന് വളരെ കൃത്യമായിട്ട് നോക്കാറുണ്ട്. ഒരു ബുക്ക് എഡിറ്റർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് അഷ്ടമൂർത്തി എഴുതിയത് ഞാൻ വായിച്ചിരുന്നു. ബാബുവിൻ്റെ രചനയേ അല്ല എന്ന് പറയുമ്പോൾ ഒരു ബുക്ക് എഡിറ്റർ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ശേഷിയില്ലാത്തതാണോ കാരണം? ശേഷിയില്ലായ്മയല്ല, മലയാളിക്ക് മാർപ്പാപ്പയുടെ സ്വഭാവമാണ്. മലയാളി പറയുന്നത് അവൻ ഇൻഫോളിബിൾ ആണെന്നാണ്, തെറ്റ് പറ്റില്ല. പക്ഷേ ഞാൻ മാർപ്പാപ്പയല്ല, എനിക്ക് തെറ്റൊക്കെ പറ്റുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. എഴുത്ത് ഒരു പ്രൊഫഷനാക്കാൻ എനിക്ക് പ്ലാനില്ല. എഴുത്തുകാരനെന്ന് വിളിക്കപ്പെടാനും താല്പര്യമില്ല. ഞാൻ കമ്പിളി കണ്ടത്തെ കമ്പെ കയറി നടന്ന, മരം കയറി നടന്ന ഒരു കുട്ടിക്കൊരകനാണ്. ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. ഇനി എഡിറ്റിംഗ് എന്ന് പറയുന്നത് കൊച്ചുണ്ടായിട്ട് അതിനെ ഒരുക്കുന്നത് പോലെയാണ്. ഞങ്ങളുടെ നാട്ടിലൊരു പാറുവമ്മയുണ്ട്. പാറുവമ്മ പ്രസവം എടുക്കുന്ന ആളല്ല, പക്ഷെ പ്രസവിച്ച് കഴിയുമ്പോൾ പെണ്ണിനെയും കൊച്ചിനെയും ഒക്കെ 7, 9, 11, 13 ദിവസങ്ങളൊക്കെ ഇഞ്ചയും കുഴമ്പും നാൽപ്പാമരവും ഒക്കെ ഇട്ട് കുളിപ്പിച്ച് നാൽപ്പാമരം തേച്ച് ഒരുക്കി എല്ലാ ദിവസവും ചെയ്യുന്നയാളാണ്. എന്ന് കരുതി കൊച്ച് പാറുവമ്മയുടെ ആണോ? അല്ല, അത് ആ പ്രസവിച്ച സ്ത്രീയുടേതാണ്. അതാണ് എഡിറ്റിങ്. ഒന്നും പറയാനില്ല. ബൈബിളിൽ വളരെ കൃത്യമായിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ജനക്കൂട്ടത്തിൽ നിന്ന് തൊട്ടപ്പോൾ ഇതാരാണ് എന്നെ തൊട്ടത്? ആ തൊട്ടത് എൻ്റെ ആത്മാവിലേക്കായിരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആത്മാവിനെ തൊടുന്ന വായനയെ സമ്പുഷ്ടമാക്കുന്ന ഒറ്റ പുസ്തകം. വളരെ നന്ദി പുസ്തകം തന്നതിന്. താങ്ക് യു. ഈ പുസ്തകത്തെ സ്വീകരിച്ചതിന് ഒത്തിരി നന്ദി. അല്ല, ഇതിവിടെ നിർത്താൻ പരിപാടി ഉണ്ടോ അതോ ഇതിൻ്റെ തുടർച്ച വരില്ലേ? തുടർച്ച വരുന്നുണ്ട്, അടുത്ത പുസ്തകം വരുന്നു. വെരി ഗുഡ്. താങ്ക് യു. താങ്ക് യു.